ഇങ്ങനെ നമുക്ക് അങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം എണ്ണാമ്പതം ഉപയോഗിച്ച് ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാമ്പതം കാണാനായിട്ടുള്ള ചില രീതികളൊക്കെയുണ്ട്. a+n-1 × d എന്നുള്ളൊരു ഫോർമുലയൊക്കെയുണ്ട്. ഫോർമുലയിൽക്കല്ല പ്രാധാന്യം, ആ രീതിക്കാണ് പ്രാധാന്യം. അതുപയോഗിച്ച് ഇവിടെ ഒരു ചോദ്യം ഞങ്ങളിവിടെ തന്നിട്ടുണ്ട്. 13, 17, 21 എന്ന സമാന്തര ശ്രേണിയുടെ എണ്ണാമ്പതം കാണുക. ഇതുപയോഗിച്ച് ശ്രേണിയുടെ 10ാം പദം കാണുക. ഈ ശ്രേണിയുടെ എത്രാം പദമാണ് 150 എന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ എണ്ണാമ്പതം കണ്ടതിന് ശേഷം ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് എണ്ണാമ്പതം എടുത്തതിന് ശേഷം അപ്പോൾ എണ്ണാമ്പതം ഏതാണ്ട് 4n+9 എന്ന് കിട്ടും. അപ്പോൾ 4n+9 = 109 എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് n കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് 25ാം പദമാണ് ഈ പറയുന്ന 109 എന്ന് കിട്ടും. ഇതാണ് എണ്ണാമ്പതുമായിട്ട് ഇത്തരം ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത്. ഇപ്പോൾ ഷെറീന ആലപ്പുഴയിൽ നിന്നും ലൈനിലുണ്ട്. ഷെറീന, സംശയം ചോദിച്ചോളൂ. ഷെറീന. ഹലോ. യെസ് ഷെറീന, ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാമു ഒരു ദ്വിമാന പോളിനോമിയലിനെ ഘടകക്രിയ ചെയ്തപ്പോൾ x+2, x-3 എന്നിവ കിട്ടി ഘടകങ്ങളായിട്ട്. വേറെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ പോലും ടീച്ചറെ എങ്ങനെ നമുക്ക് ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ ടീച്ചറെ? ഷെറീന, ചോദ്യം റിപ്പീറ്റ് ചെയ്യോ? എന്നാൽ ഈ ദ്വിമാന പോളിനോമിയലിന്റെ എക്സിന്റെ ഗുണോത്തര ചിഹ്നം മാറിപ്പോയതായി പിന്നീട് ബോധ്യപ്പെട്ടു. എങ്കിൽ യഥാർത്ഥ പോളിനോമിയലിന്റെ ഘടകങ്ങൾ ഏതെല്ലാം? പോളിനോമിയലിൽ നിന്നുള്ള ചോദ്യമാണ്. ആദ്യത്തെ ഘടകങ്ങളൊന്നും കൂടെ പറയോ ഷെറീന? ഒരു ദ്വിമാന പോളിനോമിയലിനെ ഘടകക്രിയ ചെയ്തപ്പോൾ x+2, x-3 x+2, x-3 ഘടകങ്ങള് മൂല്യങ്ങൾ മാറിപ്പോയതായി കണ്ടെത്തി എന്നുള്ളതാണോ? എക്സിന്റെ ഗുണോത്തര ചിഹ്നം മാറിപ്പോയി. എങ്കിൽ യഥാർത്ഥ പോളിനോമിയലിന്റെ ഘടകങ്ങൾ കണ്ടെത്താനുള്ളതാണ്. നമുക്ക് പോളിനോമിയലിലേക്ക് പോകാം. പോളിനോമിയലിൽ പോകുമ്പോൾ അത് വിശദമായിട്ട് ദ്വിമാന സമവാക്യവുമായിട്ട് ബന്ധപ്പെട്ട പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയാറ്. ഷെറീന, ആദ്യായത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യ അധ്യായം സമാന്തര ശ്രേണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തിലേക്ക് വരുമ്പോൾ ഷെറീനയുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാം. നമ്മൾ സമാന്തര ശ്രേണിയിൽ സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ ഏതാനും പദങ്ങൾ പരിഗണിക്കേണ്ട സന്ദർഭം, കൂടുതലും ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ ഏതാനും പദങ്ങൾ പരിഗണിക്കേണ്ട സന്ദർഭം എങ്ങനെയാണ് കുട്ടികൾ അതിനെ സമീപിക്കേണ്ടത്? ടീച്ചർ, എങ്ങനെയാണ്? ഇപ്പൊ ഒരു 3 പദങ്ങളുടേതാണ് പറയുന്നത് എങ്കിൽ ചെയ്യുന്നത്, ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മട്ടത്രികോണത്തിന്റെ കോണളവുകൾ സമാന്തര ശ്രേണിയിലാണ്. ആവശ്യമായ സമവാക്യങ്ങൾ രൂപീകരിച്ച് കോണളവുകൾ കണ്ടെത്തുക എന്ന് പറയുന്ന അവസരത്തിൽ ഒരു കോണിനെ നമുക്ക് എ എന്നെടുത്ത് തൊട്ടും അതിനേക്കാൾ ചെറിയ കോൺ a-d എന്നും അടുത്തതിനെ a+d എന്നും എടുക്കാം. അപ്പൊ 3 എണ്ണം a-d, a+d 3 കോണുകളായി. ഈ 3 കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം മട്ടത്രികോണത്തിൻ്റെതായതുകൊണ്ട് ത്രികോണം ആയതുകൊണ്ട് 180 കോൺ ആകെ അളവ് എന്നറിയുന്നതുകൊണ്ട് a-d + a+d എന്നുള്ളത് 180 കിട്ടും. അതിൽ നിന്ന് d ക്യാൻസലായി പോകും. അപ്പോൾ 3a = 180 എന്ന് കിട്ടി. അതിൽ നിന്ന് a കണ്ടുപിടിക്കാം. അങ്ങനെ മറ്റു പോയിന്റ്സും ഡിയും കണ്ടെത്തി നമുക്ക് ആ ശ്രേണി കണ്ടെത്താനായിട്ട് പറ്റും. ഇതിൽ നിന്ന് അപ്പോൾ പ്രധാനമായിട്ടും അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ n-ാം പദം കണ്ടെത്താനും ആണ് വരുന്നത്. ഇതിലൊരു ചോദ്യം നമ്മൾ കാണുന്നത്, ഒരു സ്റ്റേഡിയത്തിൽ 30 വരികളിലായി സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ വരിയിലും തൊട്ട് മുന്നിലെത്തതിനേക്കാൾ 7 വീതം സീറ്റുകൾ കൂടുതലുണ്ട്. ആദ്യ വരിയിൽ 60 സീറ്റ്, ഓരോന്നിലും 7 വീതം സീറ്റുകൾ കൂടുതൽ. ആദ്യ വരിയിൽ 60 സീറ്റ്. സ്റ്റേഡിയത്തിന്റെ 15ാം വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം? അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ, ആകെ സീറ്റുകളുടെ എണ്ണം കാണാനുള്ളത്, തുക കാണാനുള്ളത്, അതുപോലെ തന്നെ താൽക്കാലികമായി കൂടുതൽ സീറ്റ് ക്രമീകരിക്കുമ്പോൾ അത് എത്രണ്ണം ആയിരിക്കും എന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ വന്നപ്പോൾ 6 വരി കൂടുതലായിട്ട് ക്രമീകരിച്ചപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ? n-ാമതും തന്നെയാണ്. ആദ്യപദം 60 കിട്ടും, പൊതുവ്യത്യാസം 7 എന്ന് എടുക്കാം. ആകെ വരികൾ ആദ്യം പറഞ്ഞതനുസരിച്ച് 30 വരി. അപ്പൊ 30 വരിയിലും കൂടിയുള്ള ആകെ കസേരകളുടെ എണ്ണം എന്നല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ ആകെ കസേരകളുടെ എണ്ണം എന്നുള്ളത് വരുമ്പോ തുകയുടെ ഇതിലേക്ക് എത്തി. Sn = n/2 × 2a + n-1 × d എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അവിടെ അത് ചെയ്യാം. n എന്നുള്ളത് 30, a എന്നുള്ളത് 60,
D7. പൊതുവ്യത്യാസം പൊതുവ്യത്യാസം 7. ഇപ്പോൾ ലക്ഷ്മി പാലക്കാട് നിന്നും ലൈനിലുണ്ട്. ലക്ഷ്മി ചോദിച്ചോളൂ സംശയം. സാർ, ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ 2 അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 2 അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നന്നായിട്ട് അറിയാൻ കഴിയുന്ന ചോദ്യം ഉണ്ടല്ലോ, അതാണ് ചെയ്യേണ്ടത്. 2ഉം സംശയം ഉണ്ടെങ്കിൽ 2ഉം ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ? 2ഉം ചെയ്യേണ്ട ആവശ്യമില്ല. 2ഉം ചെയ്തെന്ന് കരുതിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരെണ്ണമേ നോക്കുള്ളൂ. അതാണ് അതിന്റെ രണ്ടും പ്രത്യേകത. ചെയ്താൽ കൂടുതൽ സമയം നഷ്ടമാകും സമയം ലക്ഷ്മിക്ക് നഷ്ടപ്പെടും. തന്നെ. അതാണ്. അതോടൊപ്പം ലക്ഷ്മി ചോദിച്ചോളൂ. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ചോദിച്ചു. What is the coordinates of the points intersecting another circle on the number line with the same center? അടുത്ത അധ്യായത്തിലെയാണ് അടുത്ത വൃത്തത്തിലെ അധ്യായത്തിലെ